കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യവ്യാപക സഹായ പദ്ധതിയായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ 19 ഗഡുക്കളിലൂടെ 38,000 രൂപയോളം നമുക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. ഇനി 20ാമത്തെ ഗഡു, അതായത് നമുക്ക് ഓരോരുത്തർക്കും 40,000 രൂപ ആകാൻ പോകുന്നു. കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണ സമയം ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയ മാസങ്ങളിലാണ് ഇതിൻ്റെ വിതരണം നടക്കാറ്. മുൻപ് കോവിഡ് പശ്ചാത്തലത്തിൽ ഏപ്രിൽ ആദ്യം തന്നെ സഹായ വിതരണം മുൻപുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അല്പം കൂടി വൈകിയായിരിക്കും വിതരണം. ഏപ്രിൽ അവസാനത്തോടെയോ മെയ് മാസത്തോടെയൊക്കെ ആയിരിക്കും ഈ ധനസഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകർക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന മറ്റ് പദ്ധതികൾ കൂടി ഈ സമയത്ത് ഈ 2025 ഏപ്രിൽ മാസം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമില്ല, കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ. നമുക്ക് ഈടില്ലാതെ 2 ലക്ഷം രൂപ വായ്പ ലഭിക്കുന്ന രീതിയിലേക്ക് ഈ പദ്ധതി ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ട് മാറുകയാണ് കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതിയും അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയും. അതായത് നമ്മളുടെ കൃഷിസ്ഥലത്തെ അടിസ്ഥാനമാക്കി ലഭിക്കുന്ന വായ്പാ പരിധിയൊക്കെ നിശ്ചയിച്ച് വിതരണം ചെയ്യുന്ന സ്കീമാണ് KCC ലോണ്. കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള ബാക്കി കർഷകർക്കുമെല്ലാം എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് KCC വായ്പാ പരിധി മുൻപ് 1,60,000 ആയിരുന്നത് ഇപ്പോൾ 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കും എന്ന രീതിയിലേക്ക് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഈടുകൂടി കൊടുക്കാനുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി പരമാവധി 5 ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ ലഭിക്കുന്ന രീതിയിൽ, അതും കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി നമുക്ക് വേണ്ടി നൽകുകയാണ്. അങ്ങനെ വരുമ്പോൾ വാർഷിക പലിശ കേവലം 4% മാത്രമാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ KCC കാർഡിലൂടെ പൂർണ്ണമായിട്ട് തുക പിൻവലിക്കുന്നതിന് അല്ലെങ്കിൽ ഭാഗികമായിട്ട് പിൻവലിക്കുന്നതിനുമെല്ലാം അവസരമുണ്ടായിരിക്കും. ലോൺ അക്കൗണ്ടിലേക്ക് തന്നെ തുക തിരികെ നിക്ഷേപിക്കുന്നതിനും, അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം തുകയാണോ വിനിയോഗിക്കുന്നത് ആ തുകയ്ക്ക് മാത്രമുള്ള പലിശ നമ്മൾ അടച്ചാൽ മതിയാകും. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും പുതുക്കിയെടുക്കുന്ന രീതിയും. കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് KCC ലോണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതോടൊപ്പം തന്നെ മറ്റു പ്രമുഖ ബാങ്കുകളെല്ലാം ഈ സ്കീമിനോട് താല്പര്യം പ്രകടിപ്പിച്ച ഈ 2025-26 സാമ്പത്തിക വർഷത്തിലും അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട് തന്നെ പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുന്ന രീതിയിൽ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തു കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമാക്കി സ്ഥലത്തിൻ്റെ വിസ്തൃതി, ചെയ്യുന്ന വിള, ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഇവിടെ വായ്പ നമുക്ക് നിശ്ചയിച്ച് നൽകുന്നത്. മറ്റ് ബാങ്കിൻ്റെ വായ്പകളൊന്നും നമുക്ക് ആ കുടിശ്ശിക ഉണ്ടാവാൻ പാടില്ല. അതായത് കൃത്യമായിട്ടൊരു സിബിൽ സ്കോർ ഉണ്ടാവണം, അല്ലെങ്കിൽ നിലവിൽ മറ്റു വായ്പകളൊന്നും എടുക്കാത്തവരാകണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നവർ ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം അത് കൃത്യമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുകയും വേണം. കർഷകരിടയ്ക്ക് ഈ കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസ് അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ചിലർക്ക് KYC ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മളിത് അറിയാതെ പോകും. പിന്നീട് ധനസഹായം എത്താതെ വരുമ്പോഴായിരിക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട്. നമ്മളുടെ കൃത്യമായിട്ട് രജിസ്റ്റേർഡ് ഫോൺ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പറൊക്കെ ഉപയോഗിച്ച് നമുക്കിത് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.